ഇരുമ്പാമ്പുളി കളത്തിയേ ഡി ഓർക്കാപ്പുളി കളത്തിയേ. ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തുള്ള ഓർക്കാപ്പുള്ളിയുടെ താഴെയായിട്ട് ഓർക്കാപ്പുളി ഇങ്ങനെ നുറുക്കി നുറുക്കി ഇട്ട മാതിരിയാണ് കിടക്കുന്നത് കേട്ടോ. അയ്യോ, ഓർക്കാപ്പുളി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുക അറിയില്ല. ഞാൻ ഓർക്കാപ്പുളി എന്നാ പറയുക എന്ന് വെച്ചാൽ അതിന് ഇരുമ്പാമ്പുളി എന്നും പറയൂ കേട്ടോ. വേറെ എന്തെങ്കിലും പുളിന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സംഭവം എന്താ മനസ്സിലായോ? നോക്കിയേ, ഒരു തത്തയാണ്. അപ്പോൾ തത്തമ്മകൾ ഇങ്ങനെ നമ്മുടെ ഓർക്കാപ്പുളിയിൽ വന്നിരുന്നിട്ട് മൂത്ത ഇരുമ്പാമ്പുളി ഇല്ലേ, ഓർക്കാപ്പുളി ഇല്ലേ, അതിങ്ങനെ കൊത്തി കൊത്തി അതിൻ്റെ ഉള്ളിലത്തെ വിത്തെടുത്തിട്ട് ബാക്കി ഇങ്ങനെ നുറുക്കി നിലത്തിക്കിടുക എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ പുളിയുള്ള ഇരുമ്പാമ്പുളിയൊക്കെ എങ്ങനെ ഈ തത്തയ്ക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഒരു പിടുത്തോ എനിക്കില്ല. ഇതിൻ്റെ മുന്നേ ഇങ്ങനെ തത്ത ഇരുമ്പാമ്പുളി കഴിച്ചതായിട്ട് ഇവിടെ ഇതുമാതിരിയുള്ള അവശേഷിപ്പുകളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ കണ്ണ് കാണുന്നു കേട്ടോ. ഇരുമ്പാമ്പുളിയിൽ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ഇതിൻ്റെ മുന്നേ ഒന്നും തത്തയ്ക്ക് ഇത് കണ്ണ് പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ളത് താഴെ എനിക്കുണ്ട്, മേലെയുള്ളതൊക്കെ ഓരും കഴിക്കട്ടെ. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോയും നമ്മുടെ ചാനലിലുള്ള മറ്റെല്ലാ വീഡിയോസും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളുടെ അടുത്തും ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളൊരു വെറൈറ്റി സാധനം കൊണ്ട് വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുമ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ വാടുള്ളത്തെ എന്താ പറയുക, ഇതിന് ഇന്നിത്തണ്ട് എന്നാണ് ഞങ്ങൾ പറയുക. നിങ്ങളൊക്കെ എന്താ പറയുക വെച്ചാൽ അത് വാടുള്ളെന്ന് ഇങ്ങനെ കീറി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്നൊരു തോരൻ ഉണ്ടാക്കാം. ഏട്ടൻ വിശന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോലയത്ത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു റീലൊക്കെ ചെയ്യാമെന്ന് കരുതി ഈ ഫ്രോക്കൊക്കെ എടുത്തിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് ഓർത്തു. ഇപ്പോൾ സമയമാകെ വന്നിട്ട് 11 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ ഏട്ടന് ഭയങ്കര വിശപ്പത്ര. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് വെച്ചൊരു തോരൻ ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ തോരൻ ഉണ്ടാക്കണ കാണിക്കേ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ചണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ അടുക്കളയിൽ ഈ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ഫോൺ വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു ചുമരിലും കൂടെ നമുക്ക് ശരിക്ക് വാൾപേപ്പർ മേടിച്ച് ഒട്ടിക്കണമല്ലേ. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കുന്ന ആ വീഡിയോയിലെ അത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടിച്ചു എന്ന് പറയല്ലാണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലാണോ ഷോർട്സിലാണോ അറിയില്ല, ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പശ തേച്ചാണോ ഒട്ടിക്കുക എന്നുള്ളത്. പശ തേച്ചല്ല, അതിങ്ങനെ പറിച്ചെടുത്താൽ ഇങ്ങനെ സ്റ്റിക്കർ മാറിയാണ്. അപ്പോൾ അതങ്ങനെ സുഖമായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ചുമരിക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വേഗം ഉണ്ണിത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ. ഇന്നിപ്പോൾ വെറൈറ്റി ഉപ്പേരി ആയിട്ടാണ് വന്നേക്കണേന്നൊക്കെ പറഞ്ഞിട്ടേ, ശരിക്കും നമ്മൾ ഈ എണ്ണിത്തണ്ടൊക്കെ നമുക്ക് കിട്ടിയ വാഴപ്പിണ്ടി അല്ലേ പറയുന്ന ചിലരൊക്കെ. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഫ്രഷായി അപ്പം തന്നെ ശരിക്കും ഉണ്ടാക്കണം. പക്ഷേ നമുക്കിപ്പോൾ ഇത് ഇന്നലെ കിട്ടിയാണ് കേട്ടോ. ഇന്നലെ ഉച്ചരിങ്ങിട്ടായിട്ട് നമ്മളെ തൊടിയിലുള്ള ഒരു കൊല വെട്ടിയപ്പോൾ അതിൻ്റെ വാഴേനെ കീറി മുറിച്ച് വലിച്ചെടുത്താണ് ഈ ഒരു എണ്ണിത്തണ്ടിനെ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ എഴുത്തിമോൾക്ക് കൊടുത്തു. അതിൻ്റെ ബാക്കി എനിക്കുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ്. ഇന്നലെ കാര്യമായിട്ട് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലവാവാൻ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും അത്ര പ്രിയമായിട്ട് ആരും കഴിക്കൂലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് രണ്ടാമതൊരു ഉപ്പേരിയും കൂട്ടും ഒക്കെ ആയിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും തിന്നോളൂ അല്ലേ. നമ്മളിത് നുറുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വട്ടത്തിൽ നുറുക്കി ഇത് വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ നൂല് കുറേശ്ശെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുമാതിരി കുഞ്ഞിതാക്കി നുറുക്കിയെടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം കുഴച്ചിട്ട് എടുക്കുമ്പോഴും നമ്മുടെ വിരലിലൊക്കെ ആ നൂലുകൾ കുറേ പോരും. പിന്നെ എന്ത് ചെയ്യുക, മുള്ളോ അല്ലെങ്കിൽ എന്താ പറയുക തലഭാഗത്ത് ഇങ്ങനെ വളഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്ന കമ്പിമാരിയുള്ള അങ്ങനത്തെ ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് ഇങ്ങനെ നല്ലോണം ചുഴറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുഴറ്റിച്ച് കൊടുത്താലും ഇതിലുള്ള നൂലും നാരൊക്കെ കുറേ പോരും. ഇപ്പോൾ ഞാൻ കത്തി വെച്ച് ചെയ്തപ്പോൾ അത്രയും പോകുന്നില്ല. ഇത് നമ്മളിങ്ങനെ ചില പച്ചക്കറികളൊക്കെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ചീകി എടുക്കൂലേ, അങ്ങനെ ഒരു സംഭവമാണ്. അതും വെച്ചിട്ട് നല്ല രീതിക്ക് അതിലുണ്ടായിരുന്ന നൂലുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റിയിട്ടോ. എൻ്റെയൊക്കെ ചെറുതിൽ ഞാൻ എണ്ണിത്തണ്ടുപ്പേരി ഒന്ന് ജസ്റ്റ് തിന്ന് നോക്കിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും അലർജി ആയിരുന്നു നോക്കി. അമ്മ എപ്പോഴും പറയും മര്യാദയ്ക്ക് ഇത് കഴിച്ചോ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് വയറുവേദന വരുന്നത് എന്താ അറിയോ, വയറ്റിൽ വല്ല നാരോ മുടിയോ ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴോ മറ്റോ പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും വയറുവേദന ഉണ്ടാവും. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറി കിട്ടുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടും കൂടെ വയറുവേദന മാറിയില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് ഞാൻ തിന്നില്ല എന്നുള്ള നിർബന്ധത്തിലായിരുന്നു. അത്രയും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയും ഇതിൻ്റെ കൂടെ മുതിരയും വെള്ളപ്പയറും ഒക്കെ ഇട്ട് തോരനൊക്കെ വെച്ച് നല്ലോണം അകത്താക്കാറുണ്ട്.
പക്ഷെ ഇപ്പം എൻ്റെ ഉണ്ണിയോളം തന്നെ മാറിയിട്ടോ. ഇതൊട്ടും കഴിക്കില്ല അച്ചൂട്ടൻ. ആദ്യമാണ് കുഴപ്പമില്ല, കുറേശ്ശൊക്കെ കഴിക്കും. എന്ന് വെച്ചാൽ രണ്ടാമത് വേറെ ഉപ്പേരിയോ നല്ല മീൻ വറുത്തതോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവാണ്ട് വെറും കൂട്ടാനിക്ക് ഈ ഒരു കൂട്ടുപ്പേരി മാത്രമാണെങ്കിൽ മൂപ്പര് നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോഴത്തേക്കും മീഷോ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിൻ്റെ മുന്നേ ഞാൻ പെട്ടെന്ന് ഉപ്പേരി വെക്കാനുള്ള കാര്യങ്ങളിലേക്ക് എന്നെ വീണ്ടും കടന്നു. എന്നാൽ ചേട്ടൻ കൊലായത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയടി ആയില്ലേ, എനിക്കൊരു ഓട്ടോ ഉണ്ട്, അല്ലാതുണ്ടെങ്കിൽ ഓട്ടത്തിന് പോയി വന്നിട്ട് പിന്നെ കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലല്ല അത് കഴിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞാണ് കേട്ടോ. വിശക്കുണ്ടാവും. രാവിലെ ഇന്ന് ടിഫിൻ കറിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ. നമ്മളിപ്പോൾ ഇന്ന് എണ്ണിത്തണ്ടുപ്പേരി വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ഇതിലേക്ക് പരിപ്പോ കടലവർഗ്ഗങ്ങളോ പയർവർഗ്ഗങ്ങളോ ഒന്നും കൂട്ടണില്ല. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ ഓരോ കാര്യങ്ങൾ കൂട്ടും കേട്ടോ. ചിലവർ നമ്മളെ കൂട്ടാൻ പരിപ്പില്ലേ, ആ പരിപ്പ് വേവിച്ചിടുന്നത് കാണാം, എന്നിട്ട് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി വെക്കാവുന്നതന്നെ ഉള്ളൂ. ഞാൻ വെറുതെ വെളിച്ചെണ്ണയിൽ ഉള്ളി എന്നാണ് പറയുന്നത്, പച്ചമുളകും ചുമന്ന മുളകും കടുവും എല്ലാം കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ടേ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണിത്തണ്ടില്ലേ അത് അതിലോട്ട് തട്ടിക്കൊടുത്തു. പിന്നെ ഈ ഒരു ഉണ്ണിത്തണ്ടുപ്പേരി വയ്ക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി ഇപ്പം നമ്മൾ വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വാരി എടുത്തിട്ടേ ഉള്ളൂ, നല്ലോണം പിഴിഞ്ഞായിട്ട് വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല. എന്നാൽ തന്നെ ഓൾറെഡി ഉണ്ണിത്തണ്ടിൽ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ കഴുകി ഊറ്റുന്ന ആ ഒരു വെള്ളം ഇതിൽ ഇത്തിരി പൊന്തി വന്നോളും. അപ്പോൾ ഉണ്ണിത്തണ്ടിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് വേവിക്കേണ്ട, അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെ വെള്ളം പൊന്തി അത് വേവായിക്കോളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഷോ നമ്മൾ ഓർഡർ ആക്കിയ സാധനം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ ഉപ്പേരിയും സെറ്റാവുമല്ലോ. ഓൾറെഡി ഞാൻ ഉപ്പേരിക്ക് തേങ്ങയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ പണികൾ പെട്ടെന്ന് ഒരുങ്ങുമല്ലോ. ഞാൻ അധികം അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തുണ്ടാക്കുമ്പോഴും ഇപ്പോൾ കറിയൊക്കെ ആണെങ്കിലും ആദ്യം തേങ്ങ അരപ്പ് സെറ്റാക്കി വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു സമാധാനമാണ്, പണി പെട്ടെന്ന് കഴിയുമെന്നുള്ളതേ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊടികളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പാത്രമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പുപൊടി ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഇതൊന്ന് തട്ടിക്കൊട്ടിയപ്പോൾ അതൊന്ന് മൊത്തം അങ്ങോട്ട് പോകുന്നു. പിന്നെ എനിക്കിത് ഫിറ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല. ഇതിങ്ങനെ ഞെളിങ്ങിയ മാതിരിയൊക്കെ ഇരിക്കണത്. ഇവർ ഒരെണ്ണം ഉള്ളിൽ കൊള്ളണമില്ല. കറക്റ്റായിട്ട് വെക്കാനൊരു ടെൻഷൻ അടിച്ചിട്ടേ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു കേട്ടോ, പണി പാളിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഇതിനിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഏട്ടൻ നീ വല്ലാത്തൊരു പൊട്ടത്തി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഏട്ടനത് എത്ര സിമ്പിളായിട്ടാണെന്ന് അറിയോ അറേഞ്ച് ചെയ്ത് എനിക്ക് തന്നെ. ഒന്ന് ശ്രദ്ധിക്കാനായിട്ടാണ് നോക്കാനായിട്ടാണ് അങ്ങനത്തെയൊക്കെ വകതിരിവ് എനിക്ക് നല്ല രീതിക്കുണ്ടേ. എല്ലാരും കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിലും നമ്മളെ പെൺകുള്ള കുഞ്ഞ ഷോർട്സ് ഉണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നു ഈ നമ്മളെ വീടിൻ്റെ തൊട്ട് മുന്നേയുള്ള വീട്ടിലുള്ള കുട്ടിയാണ് ഇത്. ഞാൻ എൻ്റെ ചില ഷോർട്സിലും വീഡിയോയിലൊക്കെ പറയാറില്ലേ പാറുട്ടീന്ന്. നമ്മുടെ പിങ്കു എപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു വീടുണ്ടെന്നൊക്കെ പറയാറില്ലേ, അതാണ് പാറുട്ടിയുടെ വീട്. ആ വീട്ടിലെ കുട്ടിയാണ് ഈ പാറുട്ടി കേട്ടോ. അപ്പോൾ അവളുടെ അച്ഛമ്മ ടൗൺ വരെ പോയപ്പോൾ അവളെ എൻ്റെ അടുത്ത് ആക്കിയാണ്. അപ്പോൾ അവിടെ പൊറാട്ട ഇരിപ്പുണ്ടായിരുന്നു രാവിലത്തെ, അധികം കൊടുത്തപ്പോൾ അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ. വേണ്ട എന്ന് പറഞ്ഞു, ഭയങ്കര മടിയാണ് അവൾക്ക്, നാണമാണ്. അപ്പോൾ അവൾ ഞാനും കൂടെ ഉപ്പേരിയൊക്കെ വെച്ച് പിന്നെ ഉമ്മർത്ത് പോയിരിക്കണ്ടായിട്ടാ. ഉപ്പേരിത്തെ വെള്ളമൊക്കെ വറ്റി, വെള്ളം ഇത്തിരി പൊന്തി വന്നു. പിന്നെ വേവുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്ക് പോയി. പിന്നെ തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് തേങ്ങയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉപ്പേരിയുടെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഞാനിതിലിങ്ങനെ ഉപ്പേരി എന്ന് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പൊതുവേ ഈ തോരൻ ഐറ്റംസ് എന്ന് പറയില്ല, എല്ലാ ഉപ്പേരികളാണ്. നമ്മൾ തേങ്ങയും പച്ചമുളകും ചതച്ചിടുന്നത് ഉണ്ടാക്കിയാലും കൂടെ അതിനെ നമ്മൾ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി നോക്കും, നിങ്ങൾ വെക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, പിന്നെ നല്ല ഹെൽത്തിയാണ്. ഒരുപാട് എന്തൊക്കെയോ ഗുണങ്ങൾ ഈ സംഭവത്തിനുണ്ട്, എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ. മാത്രമല്ല ഇപ്പോൾ ഒക്കെ കാണാറുണ്ട് വാഴയൊക്കെ മുറിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിഭാഗം ഇങ്ങനെ നിർത്തി അതിൻ്റെ ഉള്ളിൽ തുറന്ന് അതിലിങ്ങനെ വെള്ളം പൊന്തി വരുമല്ലോ, അതെടുത്ത് കുടിക്കുന്നതായിട്ട്. അങ്ങനെയാകുമ്പോൾ മൂത്രത്തിൽ കല്ലൊക്കെ മാറാൻ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഞാനപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു എണ്ണിത്തണ്ട് മാത്രം പോരാ, നമുക്ക് അങ്ങനെയും കൂടെ ചെയ്തു നോക്കാം, ഏട്ടൻ്റെ മൂത്രത്തിൽ കല്ലൊക്കെ ഒന്ന് മാറട്ടെ. പക്ഷെ അതിനൊന്നും കൂട്ടാക്കിയില്ല, അതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെയെന്നും പറഞ്ഞു എന്നെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ മോരൊഴിച്ച് കറിയായിരുന്നു കേട്ടോ. മോരൊഴിച്ച് കറിയും ഉപ്പേരിയും നല്ല കോമ്പിനേഷനായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഏട്ടന് ഒത്തിരി ഇഷ്ടമായി. ഏറ്റവും കൂടുതൽ എൻ്റെ ഏട്ടൻ തന്നെ കഴിച്ചേട്ടോ.
പിന്നെ പാറുട്ടി ഇത്തിരി നേരം എൻ്റെ അടുത്ത് ഇരുന്ന് പിന്നെ അവളുടെ അച്ഛമ്മ വന്നപ്പോൾ അവൾ തിരിച്ചു പോയേ. വൈകിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ ഒത്തിരി അധികം വിശേഷമൊന്നുമില്ല, ഇത്തിരി വിശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു ഇന്നത്തെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും തന്നിട്ട് നമ്മളെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.